സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലണച്ച് കുമ്പിടുന്നു ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലണച്ച് കുമ്പിടുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധനാം ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ തിരുസന്നിധാനത്തെങ്കിലേക്ക് ഞങ്ങളെല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളിവിടെ കടന്നു വന്നത് അങ്ങയുടെ കൃപ മൂലമാണ്. അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് ദൈവമേ, ഞങ്ങളുടെ ആരുടെയും ആമേൻ ഇഷ്ടത്തിലല്ല കർത്താവേ, ഞങ്ങളുടെ ആരുടെയും ആമേൻ നേരത്തെയുള്ള തീരുമാനത്തിലല്ല, ഒന്നുമല്ല കർത്താവേ. ഞങ്ങൾ തീരുമാനിച്ചതും ഞങ്ങൾ ഇഷ്ടപ്പെട്ടതും ഞങ്ങളിവിടെ വന്നതും സാഹചര്യം ഒരുങ്ങിയതും ഒക്കെ അങ്ങയുടെ കൃപയാണ് ദൈവമേ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഇനിയും കൃപ തോന്നി ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു അഭിഷേകത്തിൻ്റെ റിസ്റ്റോറേഷൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയുടെ മേൽ ഇന്ന് രാത്രി അവിടുന്ന് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേശയുണ്ടല്ലോ അപ്പ, ആത്മാവിൻ്റെ നിറവ് നൽകണമേ, പരിശുദ്ധി ആത്മാവിൻ്റെ നിറവ് നൽകണമേ. ഈ മേശ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറണമേ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകണം, മാറാ രോഗങ്ങൾ ഞങ്ങളെ വിട്ട് മാറിപ്പോകണം. ഇന്ന് രാത്രി തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങൾ പരിശുദ്ധി ആത്മാവിൻ്റെ ജയഘോഷം കൊണ്ട്, സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് നിറയപ്പെടുവാനായിട്ട് ഇടയാകണം. പരിശുദ്ധി ആത്മാവേ, അങ്ങയുടെ ആമേൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ നടത്താമെന്ന്, അന്ത്യത്തോളം നടത്താമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കരം പിടിച്ച പരിശുദ്ധി ആത്മാവിൻ്റെ കൈകളിലേക്ക് പിന്നെയും ഞങ്ങളെ എറിഞ്ഞേൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്താട്ടെ. മുന്നോട്ടുള്ള സമയങ്ങൾ അങ്ങയുടേതാണ്. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം. ആമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതുപോലെ, ഇന്നുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തതുപോലത്തെ ഒരു ആത്മസാന്നിധ്യം, ദൈവ സാന്നിധ്യം കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. സകല മാനവും മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങളങ്ങേക്ക് ഒരുമിച്ച് കരയേറ്റുന്നു. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നല്ല നാമത്തിൽ, നല്ല പിതാവേ. കർത്താവ് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. കർത്താവ് സ്തോത്രം. നമ്മുടെ മുമ്പേ തിരുമേശയുണ്ടല്ലോ. കർത്താവ് സ്തോത്രം. ആമേൻ. നമുക്ക് വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. The book of Hosea, chapter 14, verse 1 through verse number 7. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായിട്ട് സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിൻ്റെ മഞ്ഞ് പോലെ ആയിരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നു. അവൻ്റെ കൊമ്പുകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേത് പോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും
മുന്തിരി വള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അവൻ്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റേതുപോലെ ഇരിക്കും. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം, ആമേൻ, അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പിന്മാറ്റത്തെ, ആമേൻ, പിന്മാറ്റത്തിനൊരു ചികിത്സ ആവശ്യമാണെന്ന് എത്ര പേര് സമ്മതിക്കുക? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ, ആമേൻ, സ്തോത്രം. നമ്മുടെ ആമേൻ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് ഭയങ്കര ഒരു ആമേൻ നല്ല ഭക്തനായിരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, യേശുവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ് പത്രോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പത്രോസിനെ എന്നെ അറിയത്തില്ല. ഒന്നുകിൽ എടുത്ത് ചാടും, കർത്താവിന് സ്തോത്രം, അല്ലെങ്കിൽ നെടുമ്പാട് വീഴും. കർത്താവിന് സ്തോത്രം. മറ്റുള്ളവരെ ആമേൻ തുഴഞ്ഞ് വന്നാൽ പോരെ, വഞ്ചി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, അതൊന്നും ചിന്തിക്കാനുള്ള ആമേൻ ക്ഷമ പത്രോസിനില്ല. പത്രോസ് വെള്ളത്തിനകത്ത് ചാടിയിരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ആമേൻ സ്തോത്രം ആയിരിക്കുന്ന പത്രോസ് ഒരു പ്രാവശ്യം പിന്മാറ്റത്തിൽ പോയി. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം പത്രോസിൻ്റെ പിന്മാറ്റം എന്ന് പറയുന്നത് പത്രോസിൻ്റെ ഇഷ്ടമില്ലാതെ സംഭവിച്ചതാണ്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ചിലർ പറയുന്നത് ഞാൻ ജീവിതകാലത്ത് ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന്. കർത്താവിന് സ്തോത്രം. ഇതൊന്നും എന്നോട് പ്രസംഗിക്കാവുന്ന വചനമല്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനാണ്. കർത്താവിന് സ്തോത്രം. പത്രോസ് പറഞ്ഞത്, ഞാൻ അങ്ങേക്ക് വേണ്ടി മരിക്കുമെന്നാണ്, ഞാൻ മരിക്കാനും തയ്യാറാണെന്നാണ് പത്രോസ് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. എന്നാൽ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസ് നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ അന്ന്, ആ നിമിഷം യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, ആമേൻ, ഒത്തിരി നാളൊന്നും വേണ്ടി വരത്തില്ല. നിൻ്റെ ഈ ആമേൻ സ്തോത്രം വിശ്വാസ പ്രഖ്യാപനം എത്രത്തോളം വിലയുള്ളതാണ്, ഉറപ്പുള്ളതാണെന്ന് തെളിയാൻ അത് ഇന്ന് രാത്രി തന്നെ സംഭവിക്കും. ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പേ നീ എനിക്ക് വേണ്ടി മരിക്കുമെന്നല്ല പറഞ്ഞത്, പിന്നെയോ ഈ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുമെന്നാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഉറപ്പും ധൈര്യവും നമ്മുടെ വിശ്വാസവും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഏത് നിമിഷം വേണമെങ്കിലും മാറിപ്പോകാം. കർത്താവിന് സ്തോത്രം. തിരുമേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ പിന്മാറ്റത്തെ ചികിത്സിക്കണമെന്ന് എത്ര പേര് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചിന്ത, ഞാൻ ദൈവസന്നിധിയിൽ കൊള്ളരുതാത്തവനാണ്. ആമേൻ. എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കുവാനുള്ള കഴിവില്ല, എനിക്കിവിടെ ഇരിക്കാനുള്ള കഴിവില്ല, എനിക്ക് തിരുമേശയിൽ പങ്കെടുക്കാനുള്ള ശക്തിയില്ല, ബലമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കൊള്ളരുതാത്തവനാ, ഞാൻ ദൈവത്തിന് ശത്രുവാ, ഞാൻ ക്രൂശിന് ശത്രുവാ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമല്ല, അത് പിശാച്. പോകാമെന്നുള്ളതാണ് ചിന്ത. കർത്താവിന് സ്തോത്രം. എങ്ങനെയൊക്കെ ആവുമെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആമേൻ, ആമേൻ, ശീമോൻ പത്രോസ് ആമേൻ പിന്മാറ്റത്തിൽ പോയതിനെക്കുറിച്ച് പറയുന്നത്, ആമേൻ, ശീമോൻ പത്രോസ് പറയുന്നത്, കർത്താവിന് സ്തോത്രം, 3-ാമത്തെ വാക്യം, അതിൻ്റെ 21-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയുകയാണ്. ശീമോൻ പത്രോസ് ആമേൻ ആമേൻ ശീമോൻ പത്രോസ് പറയുക, കർത്താവ് പുനരുദ്ധാനം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ആയിരിക്കുന്ന സമയത്ത് ആമേൻ ശീമോൻ പത്രോസ് കൂടെയുള്ളവരോട് പറയുകയാണ്, ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ യേശു നമ്മുടെ കൂടെ ഇല്ല. കർത്താവിന് സ്തോത്രം. ഒരുമിച്ച് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പോരാത്തതിന് യേശുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ പാപഭാരവും. ആമേൻ. അങ്ങനെ ഇരിക്കുന്ന പത്രോസ് 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളും പോരുന്നു എന്ന്
അവർ പറഞ്ഞു, ഒരുത്തൻ പിന്മാറ്റത്തിൽ പോയ അവൻ്റെ കൂടെ പോകാൻ വേറെയും കുറേ പേര് കാണും. കർത്താവിന് സ്തോത്രം. വചനം പറയുകയാണ്, അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. എങ്ങനെ പിടിക്കും? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു പത്രോസിനെ കണ്ടത് അങ്ങനത്തെ ഒരു സമയത്താണ്. കർത്താവിന് സ്തോത്രം. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ നമ്മളത് പല പ്രാവശ്യം ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഇനിയും ഒരു പ്രാവശ്യം കൂടി പറയുന്നില്ല. ആമേൻ സ്തോത്രം. അതേ കടലിൻ്റെ ആമേൻ സ്തോത്രം തീരത്ത് ഒന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ട് നിന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് ആമേൻ സ്തോത്രം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നിൻ്റെ പടക് എനിക്ക് തരാമോ എന്ന്. കർത്താവിന് സ്തോത്രം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ശുശ്രൂഷിക്കാൻ പടക് വേണം. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത്, യേശു ആ ഒഴിഞ്ഞ പടകും ഒഴിഞ്ഞ വലയ്ക്കകത്തും ആമേൻ സ്തോത്രം വിഷമിച്ച ഹൃദയവുമായിട്ട് നിൽക്കുന്ന പത്രോസിൻ്റെ ബോട്ടിനകത്ത് കയറി വചനം ശുശ്രൂഷിച്ചു എന്ന്. കർത്താവിന് സ്തോത്രം. ആ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പത്രോസിനോടൊരു കാര്യം പറഞ്ഞു, ആഴത്തിലേക്ക് നീങ്ങി വല ഇറക്കുവാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഇവിടെയാ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചത്, എന്നാൽ ഒന്നും കിട്ടിയില്ല. കർത്താവിന് സ്തോത്രം. പത്രോസ് അന്ന് പറഞ്ഞു, എങ്കിലും നാഥാ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വചനം പറയുന്നത്, അന്ന് ആമേൻ സ്തോത്രം അവരുടെ വല കീറാറാകുവോളം പെരുത്ത മീൻകൂട്ടത്തിൽ കിട്ടി. കർത്താവിന് സ്തോത്രം. മെസ്സേജ് അവിടെ കൊണ്ട് തീരാൻ പാടില്ല, അവിടെയല്ല തീർന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പത്രോസ് അന്ന് വലയും വള്ളവും ഉപേക്ഷിച്ചു എന്ന. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആ വലയും ആ വള്ളവുമാണ് 21-ാമത്തെ അധ്യായത്തിൽ പത്രോസ് എടുത്തത്. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നു, പത്രോസ് അവൻ അന്ന് മീൻ പിടിക്കാൻ പോയി. കൂടെ 7 പേര് പിന്മാറ്റത്തി ആമേൻ സ്തോത്രം ആ പഴയ വലയുടെ പുറകെ പോയി. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത്, അന്നും ഒന്നും കിട്ടിയില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ആമേൻ ചില തിരിച്ചറിവുകൾ ഉണ്ടാകാനാണ്. കർത്താവിന് സ്തോത്രം. നിന്റെ പിന്മാറ്റത്തെ ചികിത്സിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ശൂന്യത വെളിപ്പെട്ടു എന്ന് വന്നേക്കാം. കർത്താവിന് സ്തോത്രം. നമ്മുടെ ശൂന്യതകളുടെയും നമ്മുടെ തകർച്ചകളുടെയും മധ്യത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്, എനിക്കെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തോട് ദൈവത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസ് ആമേൻ സ്തോത്രം അവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആമേൻ സ്തോത്രം പത്രോസിനോട് ശിഷ്യൻ ആമേൻ കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ പറയുക, അത് നാഥനാ, അത് യേശുവാ. ഇത് കേട്ടപാടെ വീണ്ടും പത്രോസ് അവൻ എടുത്തു ചാടുകയാണ്. കർത്താവിന് സ്തോത്രം. അവൻ ഉള്ളത്തിൻ്റെ അകത്ത് ദൈവത്തോടുള്ള സ്നേഹം പിന്മാറ്റത്തിൻ്റെ അകത്ത് പോയാലും നഷ്ടപ്പെടുത്തി കളയാത്തവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുമ്പോഴും ആമേൻ ഞാൻ പിന്മാറിപ്പോയി, എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയി, ഉപവാസം കുറഞ്ഞു പോയി, പക്ഷേ ഇന്ന് രാത്രിയിലും നീ ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിൻ്റെ നാഥനോടുള്ള സ്നേഹം ആമേൻ സ്തോത്രം ഹല്ലേലൂയ എവിടെയോ കെട്ടുപോകാതെ ഇപ്പോഴും കിടക്കുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ ദൈവം ഇതിൻ്റെ അകത്ത് വിളിച്ചു വരുത്തിയത് ആമേൻ സ്തോത്രം നിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കാനാ. കർത്താവിന് സ്തോത്രം. പത്രോസിനെ വിളിച്ച് ആമേൻ സ്തോത്രം ആ പടകിൻ്റെ ആമേൻ ആ തീരത്തിൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് നിർത്തുമ്പോൾ വചനം പറയുന്നത് അവിടെ ആമേൻ സ്തോത്രം പ്രാതൽ റെഡിയാണെന്നാ. നിനക്ക് വേണ്ടിയിട്ടുള്ള പ്രാതൽ കർത്താവ് കരുതിക്കോളും. കർത്താവ് നിനക്ക് വേണ്ടി കരുതിക്കോളും. കർത്താവിന് സ്തോത്രം. വചനം പറയുകയാ ആമേൻ അന്ന് ആമേൻ സ്തോത്രം അവിടെ വെച്ച് ആ തീരത്ത് വെച്ച് പത്രോസിനോട് യേശു ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? 15-ാമത്തെ വാക്യം ആമേൻ സ്തോത്രം ഒന്ന് വായിക്കാമോ? യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. യേശുവിനോട് ആമേൻ സ്തോത്രം പത്രോസ് പറയുക, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് ആമേൻ സ്തോത്രം നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രൂവ് ചെയ്യാൻ നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് ആമേൻ സ്തോത്രം ഉറപ്പുള്ളവർക്കായിട്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ ഹൃദയം അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പൊടിഞ്ഞ ഹൃദയത്തെ കാണുന്നൊരു ദൈവമുണ്ട്. എനിക്ക് കഴിയാത്ത, ഞാൻ വീണ് പോകുന്ന, തളർന്നു പോകുന്ന സ്ഥലത്ത് ആമേൻ സ്തോത്രം എൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവേ, നീ അറിയുന്നു.
എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ സഹോദരനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നവനല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നവളല്ല. ആമേൻ സ്തോത്രം. ഞാൻ ഉപവസിക്കുന്നവനല്ല, ഞാൻ ഉപവാസം എടുത്തവനല്ല. ആമേൻ സ്തോത്രം. എങ്കിലും നീ എന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾക്കറിയാമോ, അതേ ചോദ്യം പത്രോസിനോട് ആമേൻ സ്തോത്രം യേശു 3 പ്രാവശ്യം ചോദിച്ചെന്ന. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിന് സ്തോത്രം ആമേൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ റിസ്റ്റോർ ചെയ്യാൻ 1 പ്രാവശ്യം ചോദിച്ചാൽ പോരാ. കർത്താവിന് സ്തോത്രം. 1 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് 1 പ്രാവശ്യം ചോദിച്ചാൽ മതി. 2 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് 2 പ്രാവശ്യം ചോദിച്ചാൽ മതി. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് 3 പ്രാവശ്യം തന്നെ ചോദിക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവം റിസ്റ്റോറേഷൻ്റെ ദൈവമാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. നിന്റെ പൊസിഷൻ വേറെ ആർക്കും കൊടുക്കാതെ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നൊരു ദൈവം. കർത്താവിന് സ്തോത്രം. ഇന്നു രാത്രിയിൽ കർത്താവിന് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? നീ തള്ളിപ്പറഞ്ഞ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ നീ എന്നെ വിട്ടുപോയ അതേ പൊസിഷനിൽ, അതേ സ്ഥാനത്ത്, അതേ വാക്കുകൾ കൊണ്ട് എനിക്ക് നിന്നെ വീണ്ടും പണിയണം. എത്ര പേര് ഇതിൻ്റെ അകത്ത് ആമേ പറയുമെന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് കർത്താവിനോട് സമ്മതിക്കുമെന്ന് പറയത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഓർമ്മയില്ലെങ്കിലും ഇന്ന് രാത്രി കർത്താവേ, എവിടെയൊക്കെയോ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് 2 കരങ്ങൾ ഉയർത്തി സമ്മതിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ തിരുമേശയുടെ മുമ്പിൽ നമുക്ക് ആവശ്യം ആമേൻ സ്തോത്രം സെൽഫ് റൈച്ചസ്നെസ് അല്ല. ആമേൻ. ഒരിക്കൽ ദേവാലയത്തിനകത്ത് ആമേൻ സ്തോത്രം പരീശൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്നത് പരീശൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതേ സ്ഥലത്ത് ഒരു ചുങ്കക്കാരൻ വന്നു. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത് തിരു സന്നിധിയിലേക്ക് മുഖമുയർത്തുവാൻ സാധിക്കാതെ ചുങ്കക്കാരൻ മാറത്തടിച്ച് കരഞ്ഞു, ഞാൻ നിന്നെ നോക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാ. വചനം പറയുന്നത് അവൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടുവെന്ന. ഈ തിരുമേശയുടെ മുമ്പിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ നോക്കാൻ എനിക്ക് ശക്തിയില്ല, ഞാൻ എല്ലായിടത്തും വീണ് പോയവരാണെന്ന് പറയുന്ന ആരെങ്കിലും, ആത്മാർത്ഥമായിട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് കഴിയത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ ഇന്ന് യഥാസ്ഥാനപ്പെടുത്തും. കർത്താവിന് സ്തോത്രം. വചനത്തിൽ പറയുന്നത് 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുമ്പോഴും പത്രോസിനോട് യേശു പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കാനും, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനും, കർത്താവിന് സ്തോത്രം എൻ്റെ ആടുകളെ പാലിക്കാനും, പിന്നെയോ ആമേൻ സ്തോത്രം എൻ്റെ ആടുകളെ മേയ്ക്കാനുമാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പിന്മാറ്റത്തിൽ പോയ നിന്നെ കൊണ്ട് തന്നെ ഒരു ശുശ്രൂഷയുടെ പുതപ്പ് സ്വർഗം ഇടിപ്പിക്കും. ഇത് ദൂത. ആരെങ്കിലുമൊക്കെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് കഴിഞ്ഞതുപോലെ സാധിക്കത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിന്നെ വിടാൻ എൻ്റെ ദൈവം കണ്ടിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. നിൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഓരോ പ്രാവശ്യവും പത്രോസിനോട് കർത്താവ് ചോദിക്കുമ്പോൾ നിൻ്റെ വിളിയെ ഉറപ്പിക്കുകയാ പത്രോസെ, അത് നീ അറിയുന്നുവോ? ആമേൻ. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറയുമ്പോൾ ആമേൻ പത്രോസിൻ്റെ ചിന്ത ഈ യേശുവിനെ എത്ര പ്രാവശ്യം ചോദിച്ചാലാണ് മതിയാവുക? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ തള്ളിക്കളഞ്ഞ, നീ വേണ്ടെന്ന് വെച്ച അതേ മിനിസ്ട്രി നിന്റെ അകത്തേക്ക് ഉറപ്പിച്ചുറപ്പിച്ച് ഇടിച്ചുറപ്പിക്കുന്നൊരു ദൈവം. 3 പ്രാവശ്യവും കർത്താവിന് വേറെ എന്തെങ്കിലും പറയാമായിരുന്നു, പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ഈ ലോകത്തെ തലകീഴെ മറിപ്പാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത്, ആമേൻ സുവിശേഷങ്ങളിൽ എഴുതി വച്ചിട്ടില്ലാത്തത്, ആമേൻ സ്തോത്രം നിന്നെ കൊണ്ട് എഴുതിപ്പിക്കുവാൻ ഞാൻ പദ്ധതിയിട്ടിരിക്കുക. പത്രോസേ, എനിക്ക് നിന്നോട് പറയാൻ വേറെ ഒന്നുമില്ല. ആമേൻ സ്തോത്രം. ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ആടുകൾ തള്ളിപ്പറഞ്ഞ നിന്റെ കയ്യിലേക്ക് എനിക്ക് വെക്കണം. ആമേൻ. കർത്താവിന് സ്തോത്രം. പിന്മാറ്റത്തെ ചികിത്സിക്കുന്നൊരു ദൈവം. കർത്താവിന് സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പിന്മാറിപ്പോയ ഒരു സമൂഹം, ഒരു രാജ്യം, ആമേൻ സ്തോത്രം, അതിനൊരു നല്ല ആമേൻ സ്തോത്രം നല്ല ഒരു രാജാവും, ആ രാജാവിൻ്റെ പേരാണ് എസക്കിയ. എസക്കിയ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾ എന്തു ചെയ്യണം?
29 വായിക്കാമോ? 19:29. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് എന്ന് പറഞ്ഞാൽ നീ വിതയ്ക്കാത്തത്. ആമേൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആമേൻ, ദിസ് ഇയർ യു വിൽ ഈറ്റ് വാട്ട് ഗ്രോസ് ബൈ ഇറ്റ്സെൽഫ്. തന്നെത്താനെ ഉണ്ടാകുന്നത് നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. തിരിച്ചു വരുന്നവർക്ക് വേണ്ടി കർത്താവ് പറയുന്നത്, നിന്റെ നടപ്പ് കൊണ്ടല്ല, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. നിന്നെ എനിക്ക് വേണ്ടെന്നല്ല. പിന്നെയോ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എനിക്കറിയാം നീ നിൽക്കുന്നത് ആമേൻ സ്തോത്രം നാശകൂമ്പാരത്തിൻ്റെ മധ്യത്തിലാണ്. കർത്താവിന് സ്തോത്രം. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് റൂയിൻസ്, ആമേൻ, പൊട്ടിഞ്ഞതും തകർന്നതുമായിരിക്കുന്ന ജീവിതം. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ആമേൻ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആമേൻ എവിടെയോ ആമേൻ ആരെയോ ഡ്രോപ്പ് ചെയ്യാനോ എടുക്കാനോ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ആൻറ്റി ഉണ്ട്, ഇവിടെ ഒരു അങ്കിളുണ്ട്, എനിക്ക് ആമേൻ സ്തോത്രം അവരുടെ വീട്ടിലാണ് ഞാൻ പോയത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പറഞ്ഞു, അവരെയും കൂടി പള്ളിയിലോട്ട് വിളി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, അവരെ പള്ളി വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? അവരുടെ ജീവിതം അങ്ങനെ കൊളാപ്സ്ഡാ. എന്നിട്ട് അവൻ ആമേൻ സ്തോത്രം അവരുടെ കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ എനിക്കും തോന്നി, ദൈവമേ, ഇവരെ പള്ളി കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അങ്ങനത്തെ അവസ്ഥയിലുള്ള കുടുംബമാണ്. കർത്താവിന് സ്തോത്രം. എന്നാലും ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം. കർത്താവിന് സ്തോത്രം, ഒന്നും സാധിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് എല്ലാം ശരിയാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആമേൻ നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിൽ ആമേൻ സ്തോത്രം ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, എൻ്റെ വിസ തീർന്നു. ഞാൻ ആമേൻ സ്തോത്രം, ഈ വിസ തീർന്നതിന് എന്താ പറയുക? അബ്സ്കോണ്ടിങ് അല്ലേ? അബ്സ്കോണ്ടിങ്. കർത്താവിന് സ്തോത്രം, അബ്സ്കോണ്ടിങ് ആയിട്ട് കിടക്കുക. കർത്താവിന് സ്തോത്രം, കണ്ടേ അകത്ത് പോകും. പണ്ടൊക്കെ ആണെങ്കിൽ ചർച്ചിൽ വരുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എമിറേറ്റ്സ് ഐഡി ഇല്ലാത്തവനെയൊക്കെ അകത്ത് കയറ്റാൻ പേടിയാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, അന്ന് ഞാൻ അവളോട് പറഞ്ഞു, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. ആമേൻ, അത്ഭുതത്തെ ചെയ്യും. കഴിഞ്ഞ ദിവസം ആമേൻ അവൾ എൻ്റെ അടുത്ത് വന്ന്, ഇന്ന് അവൾ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, ദൈവം അത് ചെയ്തു. ആമേൻ സ്തോത്രം. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, ആംനസ്റ്റി. കർത്താവിന് സ്തോത്രം, ആമേൻ. ഞാൻ അവളോട് പറഞ്ഞു, നീ പോകില്ലേ? ആമേൻ സ്തോത്രം. അവൾ പറയുക, ഈ സഭ വിട്ട് ഞാൻ എവിടെ പോകാനാ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉണ്ടാകും. ഇന്ന് രാത്രി കേട്ടോ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ദേശത്തിന്റെ നിയമത്തെ റീറൈറ്റ് ചെയ്യും. ഐ റിയലി മീൻ ഇറ്റ്. ആമേൻ സ്തോത്രം. നിന്റെ ജീവിതത്തെ വീണ്ടും എഴുതുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ സഭയ്ക്കകത്ത് നമ്മളിത് കാണുന്നത് ഒരു പ്രാവശ്യമൊന്നുമല്ല, എത്രയോ പ്രാവശ്യം ഇത് കണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ അവളോട് പറഞ്ഞു, നീ മുഖാന്തിരം ആമേൻ സ്തോത്രം ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. അവൾ ചിരിച്ചു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഫുഡ് മിനിസ്ട്രിയുടെ ആമേൻ സ്തോത്രം ആ പാറ പോലെ കിടക്കുന്ന തറയിൽ അവൾ മുട്ടുകുത്തി നിന്നിട്ട് അവൾ എനിക്ക് കൈ തന്നു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്നെ വീണ്ടും പണിതെടുത്ത് നിന്നെ പ്രയോജനപ്പെടുത്തുന്ന ദൈവം. വചനം പറയുക, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുക, ആമേൻ സ്തോത്രം. 30-ാമത്തെ വാക്യത്തിൽ പറയുക, അടുത്ത വാക്യം. കർത്താവിന് സ്തോത്രം. ആമേൻ. യഹൂദ ഗൃഹത്തിൽ ഒരു ശേഷിപ്പ്, ചേർന്ന് പറഞ്ഞ് ഒരു റെമനന്റ്. ആമേൻ. എല്ലാവർക്കും വേണ്ടി ഈ ദൂതില്ല. ഇന്നത്തെ രാത്രിയിലെ ദൂത്, ആമേൻ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇന്ന് രാത്രിയിലെ ദൂത് ഒരു ശേഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാ. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഈ ദൂത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. ആമേൻ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടെന്ന് പറയുന്ന, ആമേൻ, ദൈവത്തോട് മറുതലിച്ചെന്ന് പറയുന്ന, അനുസരണക്കേട് കാണിച്ച ആമേൻ ഒരു ജനത്തോട് എൻ്റെ ദൈവം വിളിച്ചു പറയുക, നീ വിതയ്ക്കാത്തത്, നീ കൊയ്യാത്തത്, ആമേൻ സ്തോത്രം, നീ തിന്നും. ഈ ആണ്ടിൽ നീ തിന്നും. ആമേൻ, ആമേൻ. അടുത്ത ആണ്ടിലും നീ വിതയ്ക്കാത്തത് തിന്നും. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ആരും പറഞ്ഞു നീ കൊള്ളത്തില്ലെന്ന്? ആരും പറഞ്ഞു നീ തള്ളപ്പെട്ടവനാണെന്ന്? ആരും പറഞ്ഞു നീ ക്രൂശിന് ശത്രുവാണെന്ന്? പത്രോസേ, നിന്നെ കളയാൻ എനിക്ക് മനസ്സില്ല. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ, അവര് വീണ്ടും
താഴെ വേരൂന്നി ഹല്ലേലൂയ മീതെ ഫലം കായ്ക്കും. പ്രിയമുള്ളവരെ, നീ താഴോട്ട് വേരുറക്കാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ, ഒരു കുഞ്ഞു സ്നേഹം നിന്റെ അകത്ത് കിടന്നപ്പോ ആമേൻ സ്തോത്രം, നിന്റെ പിന്നാലെ വന്നൊരു ദൈവം. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുന്ന ദൈവ പൈതലെ, നീ ഇതിൻ്റെ അകത്തിരുന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ഉണങ്ങാത്തൊരു വേര് ഇന്ന് രാത്രി നിന്റെ അകത്ത് ശേഷിക്കുകയാ. ആഴപ്പെട്ടോണം നിന്നെ ബലപ്പെടുത്തുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന, നിന്നെ ഒരു വലിയ പ്രവർത്തിക്കായിട്ട്, വലിയ മിഷനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ പുസ്തകം മുഴുവൻ അങ്ങനത്തെ ആൾക്കാരുടെ ആമേൻ കഥയാ. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ ഒരു ശേഷിപ്പ്. ആരാ ഈ ശേഷിപ്പ്? കർത്താവിന് സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ കാണാം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ദാവീദ് ഉണ്ടായിരുന്നു. ദാവീദിന് മുമ്പ് ശൗൽ ഉണ്ടായിരുന്നു. വചനം പറയുന്നത് ശൗല് പിന്മാറ്റത്തിൽ പോയെന്ന, അല്ലേ? ശൗല് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചെന്ന. ആമേൻ, ശൗല് ആമേൻ ആമേൻ ദൈവത്തോട് ആമേൻ ഭയങ്കരമായിട്ട് ഉത്സാഹത്തോടെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആമേൻ, ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞൊരു കാലം. കർത്താവിന് സ്തോത്രം. എൻ്റെ ഗൃഹവും ആമേൻ സ്തോത്രം, എൻ്റെ ട്രൈബും ആമേൻ ഈ ദേശത്തെ ഏറ്റവും ചെറിയ ആമേൻ ട്രൈബാണെന്ന് ഏറ്റു പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു ശൗലിന്. എന്നാൽ വചനം പറയുന്നത് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ആമേൻ ശൗലിന് വീഴ്ച പറ്റി, അനുസരണക്കേട് പറ്റി. കർത്താവിന് സ്തോത്രം. എന്നാൽ ആമേൻ ശൗല് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ വിഷമിച്ചപ്പോൾ, അവൻ നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, ദൈവം അവനെ തെരഞ്ഞെടുത്തതിൽ അവൻ അനുദപിച്ചു എന്ന് തിരുവചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, വീണ്ടും വേറെ ഒരിടത്ത് ആമേൻ സ്തോത്രം ദാവീദ് എന്ന് പറയുന്ന ഒരു ആട്ടിട ചെറുക്കൻ ആമേൻ സ്തോത്രം സിംഹാസനത്തിലേക്ക് വരികയാണ്. അവിടം വരെയുള്ള കഥ മനോഹരമാണ്. ആമേൻ, കർത്താവിന് സ്തോത്രം. നീ തള്ളിക്കളഞ്ഞ സിംഹാസനത്തിനകത്ത് എൻ്റെ ദൈവം ആമേൻ ആടിനെ നോക്കുന്ന ചെറുക്കനെ കൊണ്ട് ഇരുത്തി. എൻ്റെ ദൈവം ആരാണെന്ന് അറിയാമോ? പക്ഷെ അതുകൊണ്ട് ആ കഥ തീർന്നില്ല. അങ്ങനെ വിളിച്ചു വരുത്തി സിംഹാസനത്തിലിരുന്നവൻ മുമ്പേ ഉണ്ടായിരുന്ന ശൗലിനേക്കാളും ആമേൻ സ്തോത്രം മ്ലേച്ഛമായിരിക്കുന്ന കാര്യം ചെയ്തു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നാൽ തിരുവചനം പറയുന്നത് കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ദാവീദ് ദൈവസന്നിധിയിൽ കൃപ റിസ്റ്റോർ ചെയ്തെന്ന. ആമേൻ, കർത്താവിന് സ്തോത്രം. അവരുടെ പേരാണ് ശേഷിപ്പ്. ആമേൻ, ഒരു രക്ഷിത ഗണം. ആമേൻ, ശൗലുണ്ടായിരുന്നു. ശൗലിന് നഷ്ടപ്പെട്ടപ്പോ ആമേൻ ദാവീദും അതുപോലത്തെ അപരാധം ചെയ്തെങ്കിലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കൃപ പിടിച്ചു പറ്റുകയാ. ആമേൻ, എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? വേര് താഴ്ത്തോട്ട് തന്നെ ഇറങ്ങുകയാ. ക്രിസ്തുവാകുന്ന പാറമേൽ അല്ലാതെ ഒരടിസ്ഥാനം എനിക്കില്ല. ഞാൻ കൊള്ളരുതാത്തവനായിരിക്കും, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഈ സന്നിധി വിട്ട് ഞാൻ മാറിപ്പോകത്തില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ശൗല് വെളിച്ചപ്പാട് തീ അന്വേഷിച്ച് പോയപ്പോ പത്രോസ് കർത്താവിന്റെ തിരുസന്നിധിയിൽ നെടുപ്പാട് കിടന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. 51-ാമത്തെ സങ്കീർത്തനം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പത്രോസിന്റെ ദാവീദിന്റെ വേരി താഴത്തോട്ടിറങ്ങുന്ന സങ്കീർത്തനമാ. മനസ്സിലാകുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു രക്ഷിതാക്കണം താഴെ വേരൂന്നി മുകളിൽ ഫലം കായ്ക്കും. ദാവീദിനെ ആമേൻ സ്തോത്രം ദൈവം വിളിച്ചത് ആമേൻ സ്തോത്രം വല്ലവിധേനയും രക്ഷിക്കപ്പെട്ട് കൊള്ളാം, നിന്നെ ഞാൻ പീഡിപ്പിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു വിടുകയല്ല. പിന്നെയോ നിന്റെ ഗൃഹത്തിൽ നിന്ന് യഹൂദ ഗൃഹത്തിന് ആമേൻ സ്തോത്രം എന്നേക്കുമുള്ള രാജാവ് എഴുന്നേൽക്കും. നമ്മുടെ ദൈവം വെറും യഥാസ്ഥാനത്തിന്റെ ദൈവമല്ല. നമ്മുടെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി തിരിച്ചു വരുവാൻ, ഒരു രക്ഷിത ഗുണത്തിന്റെ ആമേൻ ഗണത്തിന്റെ അകത്തേക്ക് കയറി നിൽക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ നീ അത്ഭുതം കാണും. വചനം പറയുക വീണ്ടും, ആ വചനം പറയുക വീണ്ടും. ഇന്നലെ വീണ് പോയത് എനിക്കൊരു വിഷയമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ വീഴ്ച എനിക്ക് പ്രശ്നമല്ല. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് നീ കേട്ടു, വീണ്ടും കർത്താവിന് സ്തോത്രം, വീണ്ടും നീ പ്രയോജനപ്പെടും.
വചനം പറയുകയാണ്. ആമേൻ സ്തോത്രം. അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ഒരു 31 Amen. The seal of the Lord will accomplish it. അത് നിന്റെ ഇഷ്ടമല്ല, യഹോവയുടെ തീഷ്ണതയാ. പിന്മാറ്റത്തിൽ പോയതിനെ ആഘോഷിക്കാൻ പിശാച് നിൽക്കുമ്പോൾ ആമേൻ അതിനെ ചലഞ്ച് ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിന്റെ കയ്യിൽ എൻ്റെ പൈതലിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്നൊരു ദൈവം. കർത്താവിന് സ്തോത്രം. മോശെ ഒരിക്കൽ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാ. ആമേൻ സ്തോത്രം. വാഗ്ദത്തമുണ്ട്. ആമേൻ സ്തോത്രം. നിന്നെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കുമെന്ന്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജനത്തെ വിടുവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ നീ. കർത്താവിന് സ്തോത്രം. മോശ ഈ വാക്ക് കേട്ടത് മോശയുടെ പ്രായപൂർത്തിയായപ്പോഴൊന്നുമല്ല, പിന്നെയോ മോശ ജനിക്കും മുമ്പേ കേട്ടതാ. മോശയുടെ ജനനവും ആമേൻ മോശയുടെ വളർച്ചയും മോശയുടെ നടപ്പും ഭാവവും എല്ലാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മോശ വാഗ്ദത്തത്തിന്റെ മേൽ നടക്കുകയാണ്. എന്ന വചനം പറയുന്നത് ആമേൻ സ്തോത്രം മോശ ഒരു എടുത്തുചാട്ടം കാണിച്ചു. തീഷ്ണത കൂടിയപ്പോൾ ആമേൻ സ്തോത്രം ആമേൻ യഹൂദനെ അടിച്ചങ്ങ് കൊല്ലേണ്ടി വന്നു. തീഷ്ണത കൊണ്ടാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്റെ കൈകൊണ്ട് വീഴ്ച പറ്റിയതാണെങ്കിലും കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കളയാത്തൊരു ദൈവത്തെയാ ആമേൻ സ്തോത്രം മോശയിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾക്കറിയാമോ, മോശ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. വചനം പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. മോശയുടെ മിഷനും സഭയും മിനിസ്ട്രിയും എല്ലാം വിട്ട് മോശ കാട്ടിപ്പോയി. വിൽഡർനെസ്, മരുഭൂമിയിൽ ചെന്ന് ആരും അറിയാത്ത യിത്രോ എന്ന് പറയുന്ന ആമേൻ സ്തോത്രം ഒരു മനുഷ്യന്റെ ആടിനെ നോക്കി നടക്കുകയാണ്. ആരാ മോശ? കർത്താവിന് സ്തോത്രം. നവോത്ഥാന നായകനാകേണ്ടിയിരുന്ന ആമേൻ സ്തോത്രം ഫറവോന്റെ മകളുടെ മകനെന്ന് പേരുള്ള ആമേൻ സ്തോത്രം ഭയങ്കര മോശ. ഈജിപ്തിലെ മിസ്രൈമിന്റെ സകല മാർഷൽ ആർട്സും അറിയാവുന്ന സകലതും പഠിച്ച മോശ ഇപ്പോ മരുഭൂമിയിൽ ആടിനെ നോക്കി നടക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്ന ഒരു കൊച്ചു പേര് മോശയുടെ അകത്ത് ശേഷിച്ചതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ആ മോശയെ ദൈവം തള്ളിക്കളഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. ഒരു ദിവസം ഉൾപ്പിടർപ്പിനകത്ത് മോശ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. ഇന്ന് രാത്രി നീ ഏത് വിൽഡർനെസ്സിനകത്താണെങ്കിലും നിന്നെക്കുറിച്ചൊരു പദ്ധതി ഇട്ടാണ് ദൈവം വിളിച്ചതെങ്കിൽ നീ ദൈവശബ്ദം കേൾക്കും. ഒരു ശേഷിപ്പിനകത്തേക്ക് ആമേൻ സ്തോത്രം നിന്നെ കയറ്റുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ മോശയുടെ ആമേൻ സ്തോത്രം മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരം. ആമേൻ 32 പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൽ പറയുന്നത് മോശ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയിട്ട് ആമേൻ സ്തോത്രം അവിടെ ചെന്ന് മോശയുടെ കയ്യിലേക്ക് ദൈവം നിയമം കൊടുക്കുക. കവനന്റ്, എല്ലാവരും ചേർന്ന് പറഞ്ഞ ഉടമ്പടി. ഒരു ഉടമ്പടിയുടെ കൽപ്പലക സ്വന്തം കൈകൊണ്ട് ദൈവം എഴുതിയിട്ട് ആമേൻ സ്തോത്രം മോശയുടെ കൈയിൽ കൊടുക്കുക. വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മോശ താഴ്വാരത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച മോശയുടെ അസിസ്റ്റന്റ് അവിടെ കാളക്കുട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. കർത്താവിന് സ്തോത്രം. കാളക്കുട്ടിക്ക് ആമേൻ സ്തോത്രം അവിടെ യാഗമർപ്പിച്ചെന്ന് എഴുതിയിരിക്കുക. ഹല്ലേലൂയ. മോശയ്ക്ക് അരിശം കയറിയിട്ട് മോശ കയ്യിലുണ്ടായിരുന്ന നിയമത്തെ ആമേൻ സ്തോത്രം അങ്ങ് ഉടച്ചു കളഞ്ഞു. കർത്താവിന് സ്തോത്രം. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം വലിയ സംഭവം തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം തന്നതിനെ നിന്റെ ഈഗോയുടെ പേര് പറഞ്ഞ് നശിപ്പിക്കരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ നിന്റെ കോപത്തിന് മുമ്പിൽ നിർത്താനുള്ളതല്ല ദൈവത്തിൻ്റെ വിളിയും ആലോചനയും. കർത്താവിന് സ്തോത്രം. ആമേൻ ഈ സീസൺ തീരുമ്പോൾ ആമേൻ സ്തോത്രം എന്നാ കട്ടയും പടവും മറക്കാമെന്ന് പറയാനുള്ളതല്ല ആമേൻ ദൈവം നിന്നെ വിളിച്ച വിളി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആമേൻ സ്തോത്രം മോശയെ തിരികെ വിളിച്ചിട്ട് ആമേൻ ആ വാക്യം ഒന്ന് വായിച്ച 34 അധ്യായമാണ്. ആമേൻ സ്തോത്രം പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 1 വാക്യം ഒന്ന് വായിച്ചേ. ഓ യഹോവ പിന്നെയും മോശയോട് കൽപ്പിക്കുന്നത് മുമ്പിലത്തെ പോലെ ആമേൻ മുമ്പിലത്തെ പോലെ 2 കൽപ്പനകൾ ചെത്തിക്കൊള്ളുക.
അതിനു മുമ്പ് 32:19 കൂടി വായിക്കണം, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. ആമേൻ. ദൈവത്തിന്റെ ഉടമ്പടിയും ദൈവത്തിന്റെ ജനവും ദൈവത്തിന് ഈ ജനത്തിന്റെ മേലെ ചെയ്യാനുള്ള കാര്യവും ഈ ഉടമ്പടിയുടെ ആമേൻ മഹത്വവും ഒന്നും ആമേൻ സ്തോത്രം ഒറ്റ നിമിഷത്തേക്ക് മോശ മറന്നുപോയി, ഓർത്തില്ല. വചനം പറയുന്നത് മോശ എന്ത് ചെയ്തെന്ന പലകകളെ കൈകളിൽ നിന്ന് എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞെന്ന്. കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ സ്വന്തമായിട്ട് പൊട്ടിച്ചു കളഞ്ഞ ആൾക്കാരാ. കർത്താവിന് സ്തോത്രം. ഞാൻ തന്നെ പൊട്ടിച്ചു കളഞ്ഞ ചിലരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാവർക്കും ഒന്നും ഇതൊന്നും പിടികിട്ടത്തില്ല. പൊട്ടിച്ചു കളഞ്ഞവർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. എൻ്റെ വാക്കുകൊണ്ടാ, എൻ്റെ പെരുമാറ്റം കൊണ്ടാ, എൻ്റെ ജീവിതം കൊണ്ടാ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ടാ, എൻ്റെ കൊണ്ടാ ഞാൻ പൊട്ടിച്ചതാ. കർത്താവിന് സ്തോത്രം. ഞാൻ എറിഞ്ഞു പൊട്ടിച്ചത്. കർത്താവേ നിന്റെ മുമ്പിൽ ആമേൻ. പത്രോസ് യെരൂശലേമിന്റെ ആമേൻ സ്തോത്രം അവർ കൂടിയിരുന്ന ആമേൻ സ്തോത്രം മാളിക മുറിയുടെ അടുത്തെങ്ങുമില്ല. കാരണം എന്താണെന്നറിയാമോ? കണ്ണുനീരോടെ ഹൃദയം പൊടിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പുറത്ത് നടക്കുക. അകത്ത് കയറാനുള്ള മനസ്സില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിന് കൊള്ളരുത്തവനാ. I'm lost. ഈ തിരുമേശയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ കൈനീട്ടു എന്ന് ചിന്തിക്കുന്ന ചിലത് ഇതിന്റെ അകത്തുണ്ട്. നിന്നോടാ ദൈവം എന്ന് സംസാരിക്കുന്നേ. നിന്റെ വാക്കുകൊണ്ട് നീ പൊട്ടിച്ചു കളഞ്ഞില്ലേ? കർത്താവിന് സ്തോത്രം. അതേ മോശയോട് ദൈവം പറയുന്നതാ. അടുത്ത വാക്യം അമ്മ വായിച്ചോ. നമ്മളെ ഞാൻ പറഞ്ഞ വാക്യം വായിച്ചാട്ടെ. 34:1. ഓ യഹോവ പിന്നെയും, വചനം പറയുക, പിന്നെയും ചേർന്ന് പറഞ്ഞ പിന്നെയും പറയുന്നൊരു ദൈവം. എന്തിനാ ദൈവമേ നീ ഇങ്ങനെ? അതാ ദൈവത്തിന്റെ സ്നേഹം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് രണ്ടാമത് പറയാൻ ഞാൻ മിണ്ടത്തില്ല. വലിയ വെയിറ്റ് ഇട്ട് ഇങ്ങനെ നിൽക്കും, മിണ്ടാതിരിക്കും, മുഖം ഇങ്ങനെ കടിച്ചു പിടിച്ചു. പിന്നെ ഉടക്കി എത്ര പ്രാവശ്യം പറയുമെന്നുള്ള രീതിയിൽ എൻ്റെ കർത്താവ് അവൻ സ്തോത്രം ഒരു നിയമത്തെ ഉടമ്പടിയെ അവൻ ഉടച്ചു കളഞ്ഞ മോശയോട് മിണ്ടാതിരുന്നില്ല, മുഖം കുറിപ്പിച്ച് പിടിച്ചില്ല. അവൻ സ്തോത്രം കെറുവിച്ചില്ല. പിന്നെയോ അവനോട് പിന്നെയും പറയുക. God is a God of restoration, chances. ആമേൻ. ഇന്ന് നീ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമാ ഒരു പുതിയ പദ്ധതിയുടെ തുടക്കമായി ഇന്ന്. ആമേൻ. ആമേൻ കേട്ടില്ല. വചനം പറയുകയാണ്, പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മുമ്പിലത്തെ പോലെ തന്നെ 2 കൽപ്പനകൾ ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ, which you broke, the tablets which you broke, നീ പൊട്ടിച്ചു കളഞ്ഞ. കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് നീ നശിപ്പിച്ച ജീവിതത്തെ അവൻ സ്തോത്രം ഞാൻ ഒരിക്കൽ കൂടി പണിയാൻ പോവുക. ആമേൻ. നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതി. ഇംഗ്ലീഷ് അത് വായിച്ച നല്ല രസമാണ്. വായിച്ചോ. Now the Lord said unto Moses, and I will write upon these tables the words that were in the first tables which thou breakest, which you broke. ആമേൻ. എന്തിനാ കർത്താവ് അത് പറഞ്ഞേ? നീ അറിയണം. നീ ഉടച്ചു കളഞ്ഞ്, നീ ആദ്യം ആമേൻ കാര്യമാക്കാതെ നിസാരമാക്കി നശിപ്പിച്ചില്ലേ, അത് ഞാൻ രണ്ടാമത് ചെയ്യാൻ പോവുകയാണെന്ന് നീ അറിയണം. ഇന്ന് രാത്രി ചിലതിൻ്റെ ജീവിതത്തെ ദൈവം റീറൈറ്റ് ചെയ്യാൻ പോവുക. ഞാൻ എഴുതാൻ പോവുകയാണ്. നീ കൊണ്ടുപോയി ഇന്ന് രാത്രി. നീ ഉടച്ചു കളഞ്ഞില്ലേ? ഒരു പ്രാവശ്യം കൂടി, once more I'm going to do that. ആമേൻ. കർത്താവിന് സ്തോത്രം. മോശ ഉണ്ടാക്കിയ ആമേൻ സ്തോത്രം ആ കൽപ്പലകയ്ക്കകത്ത് കർത്താവിൻ്റെ കൈകൊണ്ട് ഒരു മടിയും കൂടാതെ പിന്നെയും അവൻ എഴുതുകയാണ്. ഈ തിരുമേശയുടെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതും.
is going to rewrite, something amazing. ദൈവം നിന്നെ കളയത്തില്ല. ഒരു ശേഷിപ്പ്, ഒരു രക്ഷിതഗണം. ശൗല് നഷ്ടപ്പെട്ടപ്പോ ദാവീദ് രക്ഷിത ഗണത്തിനകത്തേക്ക് കയറുകയാ. രണ്ടുപേരും വീണു പോയതാ. മോശ ഉടച്ചതാ അഹരോനെ പോലെ. പക്ഷേ മോശ വാഗ്ദത്തത്തിനകത്തേക്ക് പിന്നെയും കയറുകയാ. പത്രോസേ, നീ തള്ളി പറഞ്ഞതാ. സ്തോത്രം. യൂദാസും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളൂ, ഒറ്റിക്കൊടുത്തേ. അവൻ ഒരു പ്രാവശ്യം ഒറ്റിക്കൊടുത്തപ്പോ നീ 3 പ്രാവശ്യം തള്ളിപ്പറയുകയും പ്രാകുകയും ചെയ്തെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. രണ്ടുപേർക്കും വീഴ്ച പറ്റിയതാ. പക്ഷെ പത്രോസ് ഒരു രക്ഷിത ഗണത്തിനകത്തേക്ക് കയറി നിന്നു. ഇന്ന് രാത്രി വീഴ്ചകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാകും. എന്നാൽ ഈ തിരുമേശയുടെ മുമ്പിൽ ആ ശേഷിപ്പിന്റെ അകത്തേക്ക് കയറുന്ന ചിലതിനെ ദൈവം വീണ്ടും പ്രയോജനപ്പെടുത്താൻ പോവുകയാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനുണ്ടോ? മോശ ഉടച്ചു കളഞ്ഞ ഒരു ഉടമ്പടി, അതിൻ്റെ കഥ പറഞ്ഞ് നിർത്തുന്ന സ്ഥലത്ത് പുതിയൊരു ഉടമ്പടി എൻ്റെ യേശു കാൽവരി മലയിൽ അവൻ്റെ രക്തം കൊടുത്ത് സ്ഥാപിക്കുകയാ. ഇത് പഴയ കഥ പോലത്തെ കഥയല്ല. ഇത് ചോരയുടെ കഥയാ. നീ പാപിയായിരിക്കുമ്പോ, റോമാലേഖനം സ്തോത്രം 5:8 വാക്യം പറയുന്നത്, സ്തോത്രം, നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കയിൽ ക്രിസ്തു നമ്മോടുള്ള സ്നേഹത്തെ കാണിച്ചു. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിൻ്റെ പ്രാണൻ, കർത്താവിന് സ്തോത്രം. എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ ഈ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് നിങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ആ തുരന്ന കൈകളും സ്തോത്രം, ആ തുരന്ന കാലുകളും സ്തോത്രം, അവൻ്റെ തുരന്ന മാറും ഒക്കെ കൊണ്ടിങ്ങനെ അവൻ അനങ്ങാൻ പറ്റാതെ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഓടിപ്പോയി ആ കാരിരുമ്പ് കൊണ്ട് തുളയ്ക്കപ്പെട്ട കൈകളിലും കാലുകളിലും മാറിലും ഒക്കെ ചുംബിക്കാൻ ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടോ? അവൻ അനങ്ങാതെ കിടക്കുകയാ. കർത്താവിന് സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിരിക്കുന്ന കുഞ്ഞാടും അറക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. അവൻ ഇന്ന് തൂങ്ങിക്കിടക്കുമ്പോൾ സ്തോത്രം, ഞാൻ വീണ് പോയവനാണെന്ന് സമ്മതിക്കാൻ, സ്തോത്രം, എനിക്കൊരു തിരിച്ചുവരവ് വേണമെന്ന് സമ്മതിക്കാൻ എത്ര പേര് ഇതിനകത്ത് തയ്യാറാകും? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യം ഒന്നുകൂടി വായിച്ച് ഈ തിരുമേശയിലേക്ക് നമ്മൾ കിടക്കും. ഒന്നുകൂടി വായിക്കാമോ? ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14:1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് എത്ര പേർക്ക് ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ഇപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മടങ്ങി ചെല്ലാമോ? എങ്ങനെ മടങ്ങി ചെല്ലണം? നിന്റെ അകൃത്യം നിമിത്തമല്ലോ. സമ്മതിക്കാൻ തയ്യാറുണ്ടോ? കർത്താവിന് സ്തോത്രം. പത്രോസ് പറയുക, നീ എല്ലാം അറിയുന്നു, സമ്മതിക്കാൻ തയ്യാറുണ്ടോ? അടുത്ത വാക്യം, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടെ എങ്ങനെയാ മടങ്ങി വരേണ്ടേ? കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി എന്ന് സ്തോത്രം ദാവീദ് കരഞ്ഞതുപോലെ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയെന്ന് സ്തോത്രം പത്രോസിന്റെ ഹൃദയം പൊടിഞ്ഞതുപോലെ നീ എല്ലാം അറിയുന്നു കർത്താവേ എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ പൊടിഞ്ഞ ഹൃദയത്തോടെ നിന്നതുപോലെ ഇന്ന് രാത്രി അനുതാപ വാക്യങ്ങളോടെ, ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ, വിലാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ എത്ര പേരുണ്ട്? എബ്രായ ലേഖനം പറയുകയാ, എൻ്റെ കർത്താവ് ഇഹലോകത്തിലായിരുന്ന സമയത്ത് അവൻ കണ്ണുനീരോടെ, ഉറച്ച നിലവിളിയോടെ അഭയയാചന കഴിച്ചു. അവൻ്റെ ഭയഭക്തി നിമിത്തം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഇത് എഴുതി വച്ചിരിക്കുന്നത് പത്രോസിനെ കുറിച്ചല്ല, ഇത് എഴുതി വച്ചിരിക്കുന്നത് പൗലോസിനെ കുറിച്ചല്ല, ഈ പറഞ്ഞിരിക്കുന്നത് എൻ്റെ യേശുവിനെ കുറിച്ചാ. അവൻ ഈ ഈഹലോകത്തിലായിരുന്നപ്പോൾ ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അഭയയാചന കഴിച്ചു.
പ്രിയമുള്ളവരെ, എന്നും തിരുമേശ എടുക്കുന്നത് പോലെ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ എടുക്കരുത്. കർത്താവിന് സ്തോത്രം. ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ, ഞാൻ ക്രൂശിന് ശത്രുവാ, ഞാൻ അനുസരണം കെട്ടവനാ, ഞാൻ പലയിടത്തും തെറ്റിപ്പോയതാ. പക്ഷേ ദാവീദിനെ കളയാത്ത, പത്രോസിനെ കളയാത്ത, മോശയെ കളയാത്ത, ഈ തിരുവചനത്തിനകത്ത് മടങ്ങിച്ചെന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു നല്ല ദൈവം എനിക്കുണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. വചനം പറയുകയാ, ആമേൻ, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ആദരാർപ്പണമായ സ്തോത്രയാഗം അർപ്പിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടി. അടുത്ത വാക്യം, നമ്മുടെ അഹങ്കാരങ്ങളും നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ഒന്നും എന്നെ രക്ഷിക്കത്തില്ല. എൻ്റെ പഠനം എന്നെ രക്ഷിക്കത്തില്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്നെ രക്ഷിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു തിരിച്ചറിവോടെ മടങ്ങി വരികയാ. എൻ്റെ ദൈവം പട്ടണം കാത്തില്ലെങ്കിൽ കാവൽക്കാരുടെ പണി വൃഥാവാ. ആമേൻ. എൻ്റെ കൈവേലയോട് ഞങ്ങൾ ഇനി പറയും, ഞങ്ങളുടെ ദൈവമേ എന്ന് പറയത്തില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയും. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ, ആരുടെയാ? അവൻ ഇരു കരങ്ങളും ഉയർത്തി ഓടി വരുന്ന ചിലരുടെ പിന്മാറ്റത്തെ ഇന്നു രാത്രി എൻ്റെ ദൈവം ചികിത്സിക്കാം. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ പാപിയാ, പാപികളിൽ ഒന്നാമനാ. ആമേൻ. ഈ നിൽക്കുന്ന സ്തോത്രം, ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ ഞാൻ ഉപവാസം എടുത്തിട്ടില്ല കർത്താവേ. ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ ഞാൻ പാതാരം കൊടുത്തിട്ടില്ല കർത്താവേ. ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ സ്തോത്രം ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല കർത്താവേ. സ്തോത്രം, നിന്റെ മുഖത്ത് നോക്കാൻ ഞാൻ യോഗ്യനല്ല. കർത്താവിന് സ്തോത്രം. നിന്നെ എൻ്റെ ദൈവം ഇന്ന് രാത്രി ചികിത്സിക്കാൻ പോവുകയാ. കർത്താവിന് സ്തോത്രം. ആമേൻ. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിക്കാൻ പോവുക. അടുത്ത വാക്യം, അടുത്ത വാക്യം വേഗം വേഗം വായിച്ചു, സമയമില്ല. അവൻ ശുശ്രൂഷകന്മാരൊക്കെ ഓടി മുന്നോട്ട് വന്നു പെട്ടെന്ന്. അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ വാസന ലെബാനോന്റേത് പോലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ. ഒരു പ്രാവശ്യവും കൂടി നീ തഴയ്ക്കാൻ പോവുക. നിന്റെ പിന്മാറ്റത്തെ മാത്രമല്ല കർത്താവ് ചികിത്സിക്കാൻ പോകുന്നത്. വീണ്ടും നീ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞത് സ്തോത്രം നിന്റെ ശുശ്രൂഷയിൽ മാത്രമല്ല, നിന്റെ സമസ്ത മേഖലകളിലും ദൈവം നിന്നെ സ്തോത്രം പൂക്കുമാറാക്കും. അല്ലേ? ഫ്ലൗറിഷ്. ആമേൻ. ലെബാനോന്റേത് പോലെ, വീഞ്ഞിൻ്റേത് പോലെ നീ ഇരിക്കുമെന്ന്, മുന്തിരി വള്ളി പോലെ നീ തളർക്കുമെന്ന്. ഇന്ന് രാത്രി മുരടിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിഷമിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, തളർന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും നീ തഴയ്ക്കും. വീണ്ടും അവൻ സ്തോത്രം നീ താഴെ വേരൂന്നി മുകളിൽ ഫലം കായ്ക്കും. എല്ലാ കണ്ണുകളും അടച്ചു. ഈ തിരുമേശയുടെ മുമ്പിൽ, ഈ ഉടമ്പടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മോശയെ സ്നേഹിച്ച ദൈവത്തിന്റെ ചിത്രം വരട്ടെ. ആമേൻ. സ്തോത്രം. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ചോരി ഊറ്റി തന്ന അരുമനാഥന്റെ ചിത്രം വരട്ടെ. ആമേൻ. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സഹോദര, യേശു നിന്നെ വിളിക്കുകയാ. സഹോദരി, യേശു നിന്നെ വിളിക്കുകയാ. നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് രാത്രി സ്വർഗം നിനക്ക് തിരിച്ചു തരാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അഭയയാചന കഴിച്ച് ഒരു റിസ്റ്റോറേഷന് വേണ്ടി മുറവിളി കൂട്ടട്ടെ. ഇന്ന് രാത്രി എന്നും തിരുമേശയുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കാതിരിക്കട്ടെ. അവൻ സ്തോത്രം ദൈവസന്നിധിയിൽ ഒരു പൊടിഞ്ഞ ഹൃദയത്തോടെ, അവൻ ഒരു തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. വചനം പറയുന്നു, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, സകല അനീതിയും പോക്കി, സകല അനീതിയും പോക്കി, സകല അനീതിയും പോക്കി അവൻ സ്തോത്രം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ
മതിയായവനാണ്. ഈസ് ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. എല്ലാ കണ്ണുകളും അടച്ചോ, പ്രാർത്ഥിച്ചാട്ടെ. ഓരോരു ഗാനം പാടിക്കോ. ശുശ്രൂഷ